ഇവിടെ ഐ നോബഡി എന്ന പേരിന്റെ അർത്ഥം ഞാൻ ആരുമല്ല എന്നാണ്. ആ പേര് കഥാപാത്രത്തിന്റെ ഐഡന്റിറ്റി എന്ന ക്രൈസിസിനെയാണോ അല്ലെങ്കിൽ സസ്പെൻസിനെയാണോ സൂചിപ്പിക്കുന്നത്? രണ്ടുമല്ല. പുള്ളിയെ നോബഡിയായിട്ട് വിശേഷിപ്പിക്കുന്നത് പുള്ളിയുടെ ഒരു അവസ്ഥയെ നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് അതിനെ കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ എങ്ങനെയാണ് പുള്ളിയെ കാണുന്നത് എന്നുള്ളതാണ് ഐ നോബഡി എന്ന് പറയുന്ന ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഗവൺമെന്റ് ഫോമിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് പോകുമ്പോൾ ആദ്യം ഐ കുത്ത് അവിടെയാണല്ലോ നമ്മൾ പേര് എഴുതുന്നത്. അപ്പോൾ അവിടെ അങ്ങനെയാണ് ഈ ഒരു ടൈറ്റിലിംഗ് ഐഡിയ ഞങ്ങൾ ചെയ്തു വെച്ചത്. ഈ നോബഡി എന്ന് പറയുന്നത് ഒരു സിഗ്നേച്ചർ ടൈപ്പ് പോലെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ ഞാനും നോബഡിയാണ്, താനും നോബഡിയാണ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നോബഡീസ് ആണ് എന്നുള്ളതാണ് അണ്ടർ ദ പെർസ്പെക്റ്റീവ് ഓഫ് എ സിസ്റ്റം അല്ലെങ്കിൽ സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ നിന്ന് നോക്കാൻ കഴിയും. അതാണ് ഉദ്ദേശം. ഒരു കാര്യം ചോദിച്ചോട്ടെ, പേഴ്സണലി ആണ് എന്താണ് ഇപ്പൊ ഇത്രയും ആർട്ടിസ്റ്റോട് വെച്ച് കുറെ പടങ്ങൾ ചെയ്തു, ഡയറക്ടറോട് ഇനി മലയാളത്തിൽ ഏതെങ്കിലും താരം വെച്ച് പടം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഇനി ആരെങ്കിലും ഏതെങ്കിലും താരങ്ങൾ വെച്ച് പടം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആരെ വെച്ച് ചെയ്യാനാണ് ആഗ്രഹം? നെക്സ്റ്റ് പ്രോജക്റ്റ് ഇനി കുറച്ചുകൂടി ചെയ്യുന്നുണ്ട്, എല്ലാവരായിട്ടും ചെയ്യാൻ ഇതുണ്ട്. ഇപ്പൊ അങ്ങനെയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ അടുത്ത പടം വേറൊരു സ്റ്റാറുമായിട്ട് ചെയ്യണം, വേറെ ടെക്നിക്കൽ ടീമുമായിട്ട് ചെയ്യണം. അങ്ങനെ എല്ലാം ഇപ്പൊ ജോണർ ഷിഫ്റ്റിംഗ് നടത്തുന്നത് പോലെ തന്നെ എല്ലാം ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ബെസ്റ്റ് ഇട്ട് ഒരു ബെസ്റ്റ് റിസൾട്ട് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിലൂടെ ലേൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി കുറെ ചെയ്യും, സത്യമായിട്ട് ചെയ്യും. ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് ഒരു ബഹുജന ജനറിക് ഗ്രൂപ്പ് ഒന്നുമല്ല. അതിൽ തന്നെ ഉണ്ടാവുമല്ലോ വലിയ വ്യത്യാസം ആൾക്കാർ തമ്മിൽ. ഞാൻ ഇപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് മാത്രം ഇത്തരം ഒരു ക്രൗഡിനിടയിൽ വന്നിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ വരില്ല. എനിക്കൊരു വലിയ ജനക്കൂട്ടത്തിനിടയിൽ പോയി ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. ഐ എം മോർ കംഫർട്ടബിൾ ഐദർ അലോൺ ഓർ എൻ്റെ ഒരു വളരെ ഇൻറ്റിമേറ്റ് സർക്കിളിൽ മാത്രം കംഫർട്ടബിൾ ആകുന്ന ഒരാളാണ് ഞാൻ. മേ ബി അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജീവനും അത്തരത്തിലൊരാളായിരിക്കും. പക്ഷെ അതുകൊണ്ട് ഇവർ സിമിലർ കൈൻഡ് ഓഫ് പീപ്പിൾ ആകുന്നില്ല. രാജീവൻ എന്നെ പോലെയേ അല്ല. രാജീവൻ എന്നിൽ നിന്നും ഒരുപാട് ദൂരത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇതിന്റെ ഈ സിനിമയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടി എന്ന് വെച്ചാൽ, ഞാൻ തൊട്ട് മുമ്പ് ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞാണ്. കാരണം ഈ നമുക്കറിയാത്ത ആൾക്കാർ, നമുക്ക് ആരാണ് എന്താണ് എന്നറിയാത്ത ഒരാൾക്കാർ, ഫോർ എക്സാമ്പിൾ നമുക്ക് ചില ആളുകൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ അയൽക്കാരാണ്, പക്ഷെ നമുക്ക് അവരെ അറിയില്ല. നമ്മൾ ആദ്യമായിട്ട് ഒരു പക്ഷെ അവരെ കുറിച്ച് കേൾക്കുന്നത് അറിഞ്ഞു, ഇന്നലെ അവരുടെ വീട്ടിൽ രാത്രി ഒരു കള്ളം കയറി, അപ്പൊ അവിടുത്തെ മറ്റേ പ്രവീൺ എന്ന് പറയുന്ന ആ കള്ളനെ തലക്കടിച്ചു കൊടുക്കും. അപ്പോൾ നമുക്കെന്താണ് പിന്നെ അയാളെ കുറിച്ചുള്ള നമ്മുടെ ഫസ്റ്റ് ഐഡന്റിറ്റി? വീട്ടിൽ കക്കാൻ കയറിയ കള്ളനെ തലക്കടിച്ചു കൊല്ലുക, അതാണ് അയാളെ കുറിച്ചുള്ള നമുക്ക് അറിയുന്ന ഫസ്റ്റ് ഐഡന്റിറ്റി. അയാളെ ഒരു സാധാരണ മനുഷ്യനായിരിക്കും. അയാൾ അതിനൊന്നും അന്ന് രാത്രിയിൽ സംഭവിച്ച മറ്റെന്തോ കാരണങ്ങളാൽ സംഭവിച്ച ഒരു ഇതായിരിക്കും. പക്ഷെ നമുക്കും അയാൾക്ക് ചുറ്റുമുള്ള സമൂഹത്തിനും അയാളെ കുറിച്ച് ഇപ്പോൾ ഐഡന്റിറ്റി കള്ളനെ തലക്കടിച്ചു കൊന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് സർക്കംസ്റ്റാൻസ് അയാൾക്ക് കൊടുക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ്. അതുപോലൊരു സീരീസ് ഓഫ് സർക്കംസ്റ്റാൻസസിലൂടെ താൻ ആഗ്രഹിക്കാത്ത, താനായി കൺസ്ട്രക്ട് ചെയ്യാത്ത ഒരു ഐഡന്റിറ്റി ഉണ്ടായി പോകുന്ന ഒരാളാണ് ഈ സിനിമയുടെ നറേറ്റീവിനുള്ളിൽ രാജീവൻ എന്ന് പറയുന്ന ഈ നോബഡി. അതാണ് ഇതിലെ കഥാപാത്രം. അല്ലാതെ ഒരു ഇൻട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒറ്റ ഇടാൻ വരുന്ന ഒരാളല്ല. വാരണാസിയെ പറ്റി 22 ചോദ്യം ചോദിച്ചു. വാരണാസിയെ പറ്റി എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്? ഷൂട്ടിംഗ് നടന്നിരിക്കുന്നു. കുംഭയെ പറ്റി എന്താണ് ഞങ്ങൾക്ക് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കാനുള്ളത്? എനിക്കറിഞ്ഞൂടാ. സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയായിട്ട് കുറച്ചുകൂടെ ഷൂട്ടിംഗ് കഴിയും. ഞാനിപ്പോ ഇത് അടുത്ത ജോയിൻ ചെയ്യാൻ പോകുന്നത് അതിന്റെ ഷൂട്ടിങ്ങിനാണ്. നന്നായിരിക്കും. നിങ്ങൾ ആ സിനിമയ്ക്കും നമ്മളിത് ചെയ്യില്ലേ? നിങ്ങൾ ഇതുപോലെ വരില്ലേ? നമ്മൾ
അപ്പൊ ഇപ്പൊ എല്ലാം പറഞ്ഞാൽ ഇപ്പൊ എന്ത് പറയും? ഇതിന് പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നു. എന്നാ ഹാരിസ് ഷൂട്ടിംഗ് നടന്നു? ഇവിടെ ഇല്ല, സോറി. പ്രീ പ്രൊഡക്ഷൻ നടക്കണം. ഇപ്പൊ രാഹുലും ടീമും പ്രീ പ്രൊഡക്ഷൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you everybody. Thanks for coming.